പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നിങ്ങളെ കോർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ. ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവ മോഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവനൊരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ. അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരെറുക്കാൻ വന്നവനാ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കറ, അപ്പ കാണും മാർക്ക്. അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമൈഡ് അല്ലേ? അതെ സർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടി. അൻ്റെ ഉപ്പ 1100 ഉറുപ്പ്യായിട്ട് ഭൂമി കച്ചവടത്തിനിറങ്ങും. പക്ഷെങ്കില് കല്യാണ കച്ചവടത്തിന് പോയിട്ടില്ല. കെട്ടിയോളെയും മക്കളെയും മറന്ന് ജീവിച്ചിട്ടുമില്ല. ഇന്റെ മോൻ ഉപ്പാന്റെ മോത്തോക്കി പറഞ്ഞ് അനക്ക് വളറിയില്ലാന്ന്. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവോ? ഇരിക്ക. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കിട്ടിയതാണെന്നറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. മാറി നിക്ക്. വേണ്ട, വാ എന്റെ കൂടെ. ഞാനാ വിളിക്കണേ. വരാൻ. ഇതെന്റെ വാക്കല്ല, അവനാ നിന്നെ വിളിക്കണേ. നീലൻ പറഞ്ഞത് കേൾക്ക. ഇല്ലാച്ചാ തീയിലേക്ക് ഞാനും വീഴും.